അവയവദാനം മഹാദാനം എന്ന ആശയത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു. അവരെടുത്തിരിക്കുന്ന ധീരമായ തീരുമാനത്തിലൂടെ 5 കുഞ്ഞുങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അവർക്ക് സഹായകരമാകും വിധത്തിലുള്ള അവയവദാനം നടക്കുന്ന അവയവദാന ചരിത്രത്തിൽ ഒരു പുതിയ ഏട് ഇവിടെ രചിക്കുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനാർഹമായ ഒരു നിമിഷം കൂടിയാണ് ഇത്. ആ മാതാപിതാക്കളെ ഈ സന്ദർഭത്തിൽ നമുക്ക് അവർക്ക് അവരുടെ വേദനയിലൊപ്പം നിൽക്കുമ്പോഴും അവരെടുത്ത തീരുമാനത്തിൽ നമുക്ക് അനുമോദിക്കാം. ഇപ്പോൾ ഏതായാലും ഈ അവയവങ്ങൾ കൊണ്ടുള്ള ആംബുലൻസ് അതിവേഗം മുന്നോട്ട് പോകുന്നു. തൃപ്പൂണിത്തുറ പിന്നിട്ടിരിക്കുന്നു, അതിവേഗം മുന്നോട്ട് പോകുന്നു. അമൃത ആശുപത്രിയിൽ ഞങ്ങളുടെ പ്രതിനിധി ലാൽകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലാൽകൃഷ്ണ, അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഈ കുഞ്ഞിൻ്റെ 2 വൃക്കകൾ, കരൾ, ഹൃദയവാൾവ് ഇതെല്ലാം ഇപ്പോൾ ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. ഒരു മെഡിക്കൽ സംഘം ഈ ആംബുലൻസിനൊപ്പമുണ്ട്. അതിവേഗം തിരുവനന്തപുരത്ത് എത്തുക എന്നതാണ് ദൗത്യം. 3-3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആംബുലൻസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വരുന്ന 2 ദിവസങ്ങൾ അവധിയായതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രക്കാർ റോഡിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സാധാരണ നിലയിൽ വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടാകുന്ന സമയമാണ്. എന്താണ് ലാൽകൃഷ്ണൻ ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? 2 വൃക്കകൾ, കരൾ, ഹൃദയവാൾവ് ഇതാണ് കുഞ്ഞ് ആലിൻ ഷെറിൻ്റെ അവയവങ്ങളായി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ആദ്യം എത്താൻ പോകുന്നത് കിംസ് ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി കരൾ അവിടെ നൽകുന്നു. അതിനുശേഷം 2 വൃക്കകൾ തിരുവനന്തപുരം SATയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗത്തിന്, പിന്നീട് ഹൃദയവാൾവ് ശ്രീചിത്രയിൽ. എന്തൊക്കെയാണ് അമൃതയിൽ നിന്നുള്ള വിവരങ്ങൾ, ലാൽകൃഷ്ണൻ? ആശുപത്രിയിൽ നിന്ന് GK നമ്മളിപ്പോൾ അമൃത ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ആശുപത്രിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വാഹനം തിരുവനന്തപുരത്തേക്ക് ഇതിനു മുമ്പ് ഇത്രയധികം വേഗത്തിൽ എത്തിച്ച് പരിചയമുള്ള 2 ഡ്രൈവർമാരെയാണ് ഇതിന് പ്രധാനമായിട്ടും നിയോഗിച്ചിട്ടുള്ളത്. ഇവർ 2 പേരുമാണ് ഈ വാഹനത്തിലുള്ളത്. ഇവരോടൊപ്പം ഉള്ളത് കിംസ് ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കൂടിയായിട്ടുള്ള വർഗീസ് എൽദോയും ഉണ്ട്. അദ്ദേഹത്തെ അക്കമ്പനി ചെയ്തുകൊണ്ട് 2 നഴ്സുമാർ കൂടിയുണ്ട്. അങ്ങനെ ആരോഗ്യ വിദഗ്ധരായിട്ടുള്ള 3 പേരടങ്ങുന്ന ഒരു സംഘം ഈ ആംബുലൻസിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാഞ്ഞിരമറ്റം തലയോലപ്പറമ്പ് റോഡിലൂടെയാണ് ഇപ്പോൾ ആംബുലൻസ് കുതിച്ചു പായുന്നത്. KL 07 DF 3177 എന്ന ഈ അവയവങ്ങളുമായി പോകുന്ന ആംബുലൻസ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കാഞ്ഞിരമറ്റം തലയോലപ്പറമ്പ് പാതയിലൂടെയാണ്. ലാൽകൃഷ്ണൻ പറഞ്ഞോളൂ. ഈ പാതയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന MC റോഡ് ഒഴിവാക്കി പലരും എറണാകുളം നഗരത്തിലേക്ക് കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് റൂട്ട് കൂടിയാണ് എന്നുള്ളതാണ്. തലയോലപ്പറമ്പിൽ നിന്ന് നേരെ തൃപ്പൂണിത്തുറയിലേക്ക് എത്താൻ കഴിയുന്നൊരു പാത എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എറണാകുളം നഗരത്തിൽ നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക് അവധി ദിവസങ്ങളിലേക്ക് കടക്കാൻ പോകുന്നവരും എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വരുന്നവരും ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അല്ലാതെ തന്നെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് മണിക്കൂറുകൾ നീളുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അവധി ദിവസം, അതും സായാഹ്നം എന്ന് പറയുന്നത് മണിക്കൂറുകൾക്ക് ദൈർഘ്യം കൂടുന്ന ഒരു സമയം കൂടി ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ പോകുന്നത് 1 അല്ല 5 ജീവനാണ് എന്നുള്ളത് യാത്രക്കാരായിട്ടുള്ള എല്ലാവരും ഓർക്കേണ്ടതാണ്. 5 പേർക്കുള്ള ജീവൻ, 5 പേരുടെ ജീവൻ നിലനിർത്താനുള്ള അവയവങ്ങളാണ് പോകുന്നത്. അത്രയേറെ ബുദ്ധിമുട്ടി മനസ്സ് വിഷമിച്ചുകൊണ്ടുമാണ് ആലിൻ്റെ മാതാപിതാക്കൾ ആ അവയവങ്ങൾ ദാനം ചെയ്യാൻ തന്നെ സംഭവിച്ചത്. കാരണം അത്രത്തോളം കൊതി തീരാതെ, കണ്ണുകൾ കൊണ്ട് അവളെ കണ്ട് തീരാതെയാണ് അവളെ യാത്രയാക്കുന്നത്. ആ യാത്രയാക്കുന്നത് മറ്റ് 5 പേർക്ക് പുതുജീവൻ നൽകും, അതിലൂടെ അവൾ ജീവിക്കും എന്ന അവരുടെ പ്രത്യാശയും വിശ്വാസവും ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതേ പ്രാധാന്യം നമുക്ക് മക്കൾ എല്ലാവർക്കും ഉള്ളതാണ്, കുടുംബ ബന്ധങ്ങളുള്ളതാണ്. അതിൻ്റെ ആഴം മലയാളിക്ക് അറിയാവുന്ന പോലെ മറ്റുള്ളവർക്ക് അത്ര ആഴത്തിൽ അറിയാൻ പോലും കഴിയില്ല എന്ന് നമ്മൾ പല കവിതകളിലും പാടി കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വഴി ഒഴുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് അമൃത ആശുപത്രിയിൽ ഇനിയും ചടങ്ങുകൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആലിൻ ജീവനില്ലാതെയാണ് എങ്കിൽ പോലും ഒരുപാട് മാതൃക അവസാന നിമിഷങ്ങളിൽ ഈ കുഞ്ഞു പ്രായത്തിൽ ഈ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും മാതൃകയായിക്കൊണ്ടാണ് ആലിൻ ഇവിടുന്ന് യാത്രയായത്. ആ ആലിൻ പുറത്തേക്ക് വരാൻ ഇനി ഏകദേശം നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ആലിനെ ഔദ്യോഗികമായി തന്നെ, ഔപചാരികമായി തന്നെ യാത്രയാക്കാനാണ് അമൃത ആശുപത്രിയും അതോടൊപ്പം തന്നെ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകിയായിരിക്കും ആലിൻ്റെ മൃതദേഹം പുറത്തേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക്, തുടർ നടപടികൾക്കുമായിട്ടെല്ലാം കൈമാറാൻ പോകുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവിടെ ആരംഭിക്കും. പകൽ വെളിച്ചത്തിലൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാവുന്നുണ്ട്. എന്നാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ആലിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ സർക്കാരിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ അമൃത ആശുപത്രിയുടെ പ്രതിനിധികളും ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമായിരിക്കും മൃതദേഹം പോലീസിൻ്റെ, ചിങ്ങവനം പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്, പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുക. വാഹനത്തിൻ്റെ യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് തലയോലപ്പറമ്പ് റൂട്ടിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തുള്ള
പൂർണ്ണമായും ഗതാഗത തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അത് പോലീസ് എസ്കോർട്ട് കൂടി തന്നെ അവലംബിച്ചിട്ടുണ്ട്. എന്നാലും സഹകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കഴിഞ്ഞ 6-ാം തീയതി ഇവിടെ അമൃത ആശുപത്രിയിലേക്ക് എത്തിയത് മുതൽ ആലിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് തീവ്ര ശ്രമത്തിലായിരുന്നു ഇവിടുത്തെ ഡോക്ടർമാരടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും. പക്ഷേ ഇത്രയും ദിവസവും ആ ശ്രമങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയിട്ടും വെന്റിലേറ്ററിൽ നിന്ന് ആലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന വിഷമസന്ധിയാണ് അവസാനമുണ്ടായിരുന്നത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ആലിൻ്റെ ശരീരഭാഗങ്ങൾ, അവയവങ്ങൾ ദാനം ചെയ്യാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ഹൃദയത്തിൻ്റെ വാൽവ്, കരൾ, വൃക്ക, അതോടൊപ്പം തന്നെ കണ്ണ് എന്നിവയാണ് ദാനം ചെയ്യുന്ന കാര്യം. കണ്ണ് നമുക്ക് അമൃത ആശുപത്രിയിൽ തന്നെയാണ്. ബാക്കിയുള്ള അവയവങ്ങളാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് അമൃത ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.